ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയിൽ അവിടെ ചെന്നാൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. എന്നാൽ നമ്മൾ മലയാളികൾക്ക് കേട്ടാൽ ചിരി വരുന്ന അല്ലെങ്കിൽ നെറ്റിച്ചുളിക്കാൻ തോന്നുന്ന ചില നിയമങ്ങൾ അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഐസ്ക്രീം പോക്കറ്റിൽ വെക്കരുത്, പാട്ടു പാടരുത്, എന്തിന് കുളിക്കുന്നതിന് പോലും ചില സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിലനിൽക്കുന്ന ഏറ്റവും വിചിത്രമായ നിയമങ്ങളെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായി കാണുക, കാരണം അവസാനത്തെ നിയമം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. നമ്പർ 1, അലബാമയിലെ ഐസ്ക്രീം നിയമം. അമേരിക്കയിലെ അലബാമയിൽ നിങ്ങളുടെ ജീൻസിന്റെ പിൻ പോക്കറ്റിൽ ഐസ്ക്രീം കോൺ വെച്ച് നടക്കുന്നത് നിയമവിരുദ്ധമാണ്. കേൾക്കുമ്പോൾ ഇതൊരു തമാശയായി തോന്നാമെങ്കിലും പണ്ട് കാലത്ത് കുതിരമോഷ്ടാക്കളെ പിടികൂടാനായി നിർമ്മിച്ച ഗൗരവകരമായ ഒരു നിയമമാണിത്. മോഷ്ടാക്കൾ കുതിരയുടെ അടുത്ത് ചെന്ന് ഐസ്ക്രീം കഴിക്കുകയും പിന്നീട് അത് പോക്കറ്റിൽ വെച്ച് നടന്നു പോവുകയും ചെയ്യും. ഐസ്ക്രീമിന്റെ മണം പിടിച്ച് കുതിരകൾ സ്വാഭാവികമായും ഇവരുടെ പിന്നാലെ ചെല്ലും. പിന്നീട് പോലീസ് പിടികൂടിയാൽ ഞാൻ മോഷ്ടിച്ചതല്ല, കുതിര എന്റെ പിന്നാലെ വന്നതാണ് എന്ന് ഇവർക്ക് വാദിക്കാമായിരുന്നു. ഈ പഴുത് അടയ്ക്കാനാണ് ഐസ്ക്രീം പോക്കറ്റിൽ വെക്കുന്നത് അലബാമ നിരോധിച്ചത്. ഇന്നും നിയമപുസ്തകങ്ങളിൽ ഈ നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ആരും ഇത് ഗൗരവമായി എടുക്കാറില്ല. എങ്കിലും ചരിത്രപരമായ ഒരു കൗതുകമായി ഇന്നും ഇത് പറയപ്പെടുന്നു. നമ്പർ 2, ജോർജിയയിലെ ചിക്കൻ ഫ്രൈ നിയമം. അമേരിക്കയിലെ ജോർജിയയിലുള്ള ഗെയിൻസ്വില്ലെ എന്ന നഗരത്തിൽ ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ ഫോർക്കോ സ്പൂണോ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. അവിടെ നിയമപ്രകാരം ചിക്കൻ ഫ്രൈ കൈകൊണ്ട് തന്നെ കഴിക്കണം. 1961 ഈ നിയമം നിലവിൽ വന്നത്. ഈ നഗരത്തെ ലോകത്തിന്റെ ചിക്കൻ തലസ്ഥാനം എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയും അവിടുത്തെ ഭക്ഷണരീതിയെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത്. തമാശയാണെന്ന് കരുതി ആരെങ്കിലും ഇത് ലംഘിച്ചാൽ അവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. 2009 90ാം ജന്മദിനം ആഘോഷിച്ച ഒരു സ്ത്രീ ചിക്കൻ കഴിക്കാൻ ഫോർക്ക് ഉപയോഗിച്ചപ്പോൾ പോലീസ് അവരെ തടയുകയും പിന്നീട് നഗരത്തിന് വലിയ പബ്ലിസിറ്റി ലഭിക്കാൻ വേണ്ടി ഇതൊരു തമാശയായി മാറ്റുകയും ചെയ്തു. പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ഒരു ജനതയുടെ വിചിത്രമായ ഒരു രീതിയായി ഇതിനെ കാണാം. നമ്പർ 3, അരിസോണയിലെ കള്ളിച്ചെടി നിയമം. അരിസോണയിലെ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി വളരെ കർശനമായ ഒരു നിയമമുണ്ട്. അവിടെയുള്ള സക്വാരോ എന്നറിയപ്പെടുന്ന ഭീമൻ കള്ളിച്ചെടികൾ അനുവാദമില്ലാതെ വെട്ടുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഒരു കള്ളിച്ചെടി വെട്ടിക്കളഞ്ഞാൽ 25 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ചെടികൾ വളരാൻ 100 കണക്കിന് വർഷങ്ങളെടുക്കും. സ്വന്തം പറമ്പിൽ വളരുന്ന ചെടിയാണെങ്കിൽ പോലും അത് വെട്ടാൻ വനംവകുപ്പിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. മരുഭൂമിയിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ അമേരിക്ക എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു നല്ല നിയമമായി തോന്നുമെങ്കിലും ഒരു ചെടി വെട്ടിയാൽ ഇത്രയും വലിയ ശിക്ഷ എന്നത് ലോകത്തിന് ഇന്നും ഒരു അത്ഭുതമാണ്. നമ്പർ 4, മിനസോട്ടയിലെ വസ്ത്രം ഉണക്കുന്ന നിയമം. മിനസോട്ടയിലെ ചില പഴയ നഗരങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അടിവസ്ത്രങ്ങൾ ഒരേ അയയിൽ ഉണക്കാനിടുന്നത് പണ്ട് നിരോധിച്ചിരുന്നു. 19ാം നൂറ്റാണ്ടിലെ കടുത്ത സദാചാര നിയമങ്ങളുടെ ഭാഗമായാണ് ഇത് നിലവിൽ വന്നത്. കുടുംബാംഗങ്ങളല്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ കലർന്നു കിടക്കുന്നത് അക്കാലത്തെ ചിലർ തെറ്റായി കണ്ടിരുന്നു. ഇന്ന് ഇത്തരം ചിന്താഗതികൾ മാറിയെങ്കിലും നിയമം ഇന്നും കടലാസിലുണ്ട്. ഈ നിയമം പാലിക്കാത്തവർക്ക് അക്കാലത്ത് പിഴയോ മറ്റ് ശിക്ഷകളോ ലഭിച്ചിരുന്നു. കാലം മാറിയതോടെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി. എങ്കിലും അമേരിക്കൻ നിയമ സംവിധാനത്തിലെ പഴയകാല സദാചാര രീതികളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി ഈ ക്ലോത്ത് ലൈൻ ലോ ഇന്നും അറിയപ്പെടുന്നു. നമ്പർ 5, വെർമോണ്ടിലെ കൃത്രിമ പല്ല് നിയമം. അമേരിക്കയിലെ വെർമോണ്ട് സ്റ്റേറ്റിൽ പണ്ട് നിലനിന്നിരുന്ന നിയമമനുസരിച്ച് ഒരു സ്ത്രീക്ക് കൃത്രിമ പല്ല് വെക്കണമെങ്കിൽ തന്റെ ഭർത്താവിന്റെ രേഖാമൂലമുള്ള അനുവാദം വേണമായിരുന്നു. പുരുഷാധിപത്യം നിലനിന്നിരുന്ന ആ കാലത്ത് സ്ത്രീകളുടെ ശാരീരികമായ മാറ്റങ്ങളിൽ പോലും ഭർത്താവിന് അധികാരമുണ്ട് എന്ന് കാണിക്കാനാണ് ഈ നിയമം ഉണ്ടാക്കിയത്. ഒരു ദന്ത ഡോക്ടർക്ക് സ്ത്രീയുടെ പല്ല് മാറ്റണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതപത്രം അന്ന് അനിവാര്യമായിരുന്നു. ഇന്നത്തെ കാലത്ത് ആലോചിക്കുമ്പോൾ ഇത് തികച്ചും വിവേചനപരവും വിചിത്രവുമായ ഒന്നാണ്. എന്നാൽ വെർമോണ്ടിലെ പല പഴയ നിയമങ്ങളും ഇതേപോലെ സ്ത്രീകളുടെ അവകാശങ്ങളെ നിയന്ത്രിക്കുന്നവയായിരുന്നു. ഭാഗ്യവശാൽ ആധുനിക നിയമങ്ങൾ വന്നതോടെ ഇത്തരം പ്രാകൃത നിയമങ്ങൾ നടപ്പാക്കാറില്ല. നമ്പർ 6, ടെക്സാസ്. കാലാവസ്ഥ പ്രവചനത്തിന് അനുമതി വേണം. ടെക്സാസിലെ ഒരു പഴയ നിയമം അനുസരിച്ച് ഔദ്യോഗിക അനുമതിയില്ലാതെ
കാലാവസ്ഥ പ്രവചിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. കൃത്യമായ ശാസ്ത്രീയ അടിത്തറയില്ലാതെ മഴയോ വെയിലോ പ്രവചിച്ച് ആളുകളെ പരിഭ്രാന്തരാക്കുന്നത് തടയാനായിരുന്നു ഈ നിയമം. പണ്ട് കാലത്ത് ജ്യോത്സ്യന്മാരോ മറ്റു തെറ്റായ പ്രവചനം നടത്തി കൃഷിക്കാരെയും മറ്റു ബുദ്ധിമുട്ടിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. ഇന്നത്തെ കാലത്ത് ടിവിയിലും റേഡിയോയിലും കാലാവസ്ഥ റിപ്പോർട്ടുകൾ സർവ്വസാധാരണമാണെങ്കിലും ഔദ്യോഗിക ഏജൻസികളെക്കാൾ വിശ്വാസ്യതയില്ലാത്ത ഉറവിടങ്ങളെ ആളുകൾ ആശ്രയിക്കുന്നത് തടയുക എന്നതായിരുന്നു ഇതിന്റെ കാതൽ. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും സമൂഹത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാനുള്ള പഴയകാല ശ്രമമായിരുന്നു ഇത്. നമ്പർ 7. കാലിഫോർണിയ. പൊതുസ്ഥലത്ത് തുപ്പരുത്. കാലിഫോർണിയയിലെ യുറേക്ക പോലുള്ള ചില നഗരങ്ങളിൽ പൊതുസ്ഥലത്തോ റോഡിലോ നടപ്പാതയിലോ തുപ്പുന്നത് നിയമവിരുദ്ധമാണ്. ഇത് കേൾക്കുമ്പോൾ വലിയ പുതുമ തോന്നിയില്ലെങ്കിലും അമേരിക്കയിൽ പലയിടത്തും ശുചിത്വ നിയമങ്ങൾ വളരെ കർശനമാണ്. രോഗങ്ങൾ പടരുന്നത് തടയാനും നഗരം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടിയാണ് ഈ നിയമം. നമ്മുടെ നാട്ടിൽ സാധാരണമാണെങ്കിലും കാലിഫോർണിയയിൽ പോലീസ് കണ്ടാൽ നിങ്ങൾക്ക് പിഴ കൊടുക്കേണ്ടി വരും. പൊതുജനാരോഗ്യം മുൻനിർത്തി കൊണ്ടുവന്ന ഇത്തരം നിയമങ്ങൾ അമേരിക്കൻ ജനതയുടെ ശുചിത്വ ബോധത്തെ കാണിക്കുന്നു. ടൂറിസ്റ്റുകൾ കാലിഫോർണിയ സന്ദർശിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്. നമ്പർ 8. വെസ്റ്റ് വിർജീനിയ. റോഡ് അപകടത്തിൽപ്പെട്ട മൃഗങ്ങളെ തിന്നാം. വെസ്റ്റ് വിർജീനിയയിലെ ഒരു വിചിത്രമായ നിയമം അനുസരിച്ച് വാഹനം ഇടിച്ച് ചത്ത മൃഗങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്ത് കഴിക്കാൻ അനുവാദമുണ്ട്. സാധാരണയായി റോട്ടിൽ ചത്തുകിടക്കുന്ന മൃഗങ്ങളെ മാലിന്യമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ഭക്ഷണം പാഴാക്കാതിരിക്കാനും നിർധരരായ ആളുകൾക്ക് ആഹാരം കണ്ടെത്താനായുമുള്ള ഒരു മാർഗമായിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം മൃഗത്തെ ഇടിച്ച വാഹനത്തിന് ഡ്രൈവർക്ക് അതിനെ കൊണ്ടുപോകാനുള്ള ആദ്യ അവകാശമുണ്ട്. അല്ലാത്ത പക്ഷം മറ്റാർക്കും അത് കൊണ്ടുപോകാം. കേൾക്കുമ്പോൾ അറപ്പ് തോന്നാമെങ്കിലും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ ഈ നിയമം വളരെ സ്വാഭാവികമായാണ് കാണുന്നത്. നമ്പർ 9. മിഷിഗൻ. ഞായറാഴ്ച കാർ വിൽക്കരുത്. മിഷിഗൻ സ്റ്റേറ്റിൽ ഞായറാഴ്ചകളിൽ കാർ ഡീലർഷിപ്പുകൾ തുറക്കാനോ കാർ വിൽപ്പന നടത്താനോ അനുവാദമില്ല. ബ്ലൂ ലോസ് എന്നറിയപ്പെടുന്ന പഴയകാല നിയമങ്ങളുടെ ഭാഗമാണിത്. ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസമായി കണക്കാക്കി ആളുകൾ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കണമെന്നും ബിസിനസ്സുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിർബന്ധിക്കുന്നതായിരുന്നു ഇത്തരം നിയമങ്ങൾ. ഇന്ന് മിക്ക ബിസിനസ്സുകളും ഞായറാഴ്ച പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കാർ വിൽപ്പനയുള്ള കാര്യത്തിൽ ഈ നിയമം ഇന്നും നിലനിൽക്കുന്നു. കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മിഷിഗണിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ പോകേണ്ടി വരും. പഴയ കാലാചാരങ്ങൾ ആധുനിക കാലത്തും എങ്ങനെ ബിസിനസിന് ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. നമ്പർ 10. നോർത്ത് കരോലിന. തെറ്റായ ട്യൂണിൽ പാട്ട് പാടരുത്. നോർത്ത് കരോലിനയിലെ ഒരു പഴയ നിയമമനുസരിച്ച് പൊതുസ്ഥലത്തോ വഴിയോരത്തോ നിന്ന് തെറ്റായ ട്യൂണിൽ പാട്ടുപാടുന്നത് കുറ്റകരമാണ്. പണ്ട് കാലത്ത് ആളുകൾ ഉറക്കെ പാട്ടുപാടി മറ്റുള്ളവരുടെ സമാധാനം നശിപ്പിക്കുന്നത് തടയാനാണ് ഇത്തരം ഒരു നിയമം കൊണ്ടുവന്നത്. നല്ല ശബ്ദമില്ലാത്തവർ പാട്ടുപാടുന്നത് മറ്റുള്ളവർക്ക് ശല്യമാകരുത് എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ഉദ്ദേശം. ഈ നിയമപ്രകാരം ആരെങ്കിലും മോശമായി പാടുകയോ അല്ലെങ്കിൽ പാട്ടിന്റെ ട്യൂൺ തെറ്റിക്കുകയോ ചെയ്താൽ അത് നിയമലംഘനമായി കണക്കാക്കും. ഇന്ന് ഈ നിയമം ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അമേരിക്കൻ നിയമപുസ്തകത്തിലെ ഒരു തമാശ നിറഞ്ഞ ഒരു അധ്യായമായി ഇത് തുടരുന്നു. പാട്ടുപാടാൻ ഇഷ്ടപ്പെടുന്നവർ നോർത്ത് കരോലിനയിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്പർ 11. പെൻസിൽവേനിയ. ഡബ്ബിലിരുന്ന് കുളിക്കുന്നത് നിരോധനം. പെൻസിൽവേനിയയിലെ ഒരു പഴയ നിയമമനുസരിച്ച് ബാത്ത് ഡബ്ബിലിരുന്ന് കുളിക്കുന്നത് കുറ്റകരമാണ്. 19ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ബാത്ത് ഡബ്ബുകൾ ഒരു ആഡംബര വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്ത് വെള്ളം അനാവശ്യമായി പാഴാക്കുന്നത് തടയാനും ആഡംബരങ്ങൾ നിയന്ത്രിക്കാനും വേണ്ടിയാണ് സർക്കാർ ഇത്തരം വിചിത്രമായ ഒരു നിയമം കൊണ്ടുവന്നത്. ഈ നിയമമനുസരിച്ച് കുളിക്കാൻ ഷവർ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ശുചിത്വത്തെക്കാൾ കൂടുതൽ വിഭവങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു അന്ന് മുൻഗണന നൽകിയിരുന്നത്. ഇന്ന് ആധുനിക കാലത്ത് ഈ നിയമത്തിന് യാതൊരു പ്രസക്തിയുമില്ലെങ്കിലും ചരിത്രരേഖകളിൽ ഇത് ഇന്നും ഒരു കൗതുകകരമായ വസ്തുതയായി നിലനിൽക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഓരോ കാലഘട്ടത്തിലെയും സാഹചര്യങ്ങളാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ കാരണം. ഇന്ന് ഇവയിൽ പലതിനും പ്രസക്തിയില്ലെങ്കിലും ചരിത്രത്തിന്റെ ഭാഗമായി അവ ഇന്നും നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏത് നിയമമാണ് ഏറ്റവും വിയേർഡായി തോന്നിയത്? അത് താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള രസകരമായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.